സന്തോഷം. പേടിക്കണ്ട, മതിലിന്റെ പ്രശ്നത്തിൽ പ്രസിഡന്റ് തന്നോടൊപ്പം നിൽക്കും. അത് മതി. അതെ, ഞാൻ സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. നഗറിന്റെ ഭരണം ഇപ്പൊ നടത്തുന്നതേ ഞാനാ. അതെനിക്കറിയാം. അറിയാലോ, ഭരിക്കുന്നവരെ അല്ല, ഭരിക്കുന്നവരുടെ അസ്മാദികളാണ് നമ്മൾ ആദ്യം തൃപ്തിപ്പെടുത്തേണ്ടത്. അതൊക്കെ അറിയാം. എനിക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതി. കാര്യം നടന്നു കണ്ടാ മതി എന്നാ. ദാ ഇങ്ങോട്ട് നോക്കൂ. ഓടിക്ക ഒരു കാര്യം ഏറ്റാൽ അത് നടന്നു കഴിഞ്ഞു എന്ന് കരുതിയാ മതി. ഇംഗ്ലീഷിൽ പറഞ്ഞ ഡണ്ണ്. ഓടിക്കേ, ഇത് ശരിയല്ല. എന്ത് ശരിയല്ല? എന്ത് ശരിയല്ല? ഇത് ശരിയല്ലെന്ന്. സുകുമാരനും ഇയാളും തമ്മിലുള്ള പ്രശ്നം, മതിൽ പ്രശ്നം. അതിന് ഇയാളുടെ ഭാഗം പറയാൻ വേണ്ടി താൻ കാശ് വാങ്ങിയില്ലേ? ഇത് കൈക്കൂലിയൊന്നും അല്ലത്. ഇതൊക്കെ ഒരു സന്തോഷം. അയാള് സന്തോഷത്തോടെ തന്നു, ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചു. അയാൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. ഞങ്ങൾ നഗരക്കാർ ഇതുപോലെ സന്തോഷത്തോടെ ചെകിട്ടത്തുനിന്ന് തരും. വാങ്ങോ? ഓ അത് ശരി, തല്ലൊന്ന്. ദേ സാറേ, ഭരിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല കേട്ടാ. ഭരണം മാറുമ്പോ അന്വേഷണ കമ്മീഷനോ എന്തോ വന്നോട്ടെ. പക്ഷേ ഭരിക്കുന്ന സമയത്ത് ഏത് എന്ത് എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണക്കാര്. കയ്യു കൊണ്ട് കാര്യം നേടാന്ന് സാറ് വിചാരിക്കല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്തവരോട് കൈകൊണ്ടാ സംസാരിക്കുന്നത്. കൈകൊണ്ട് ഭരണക്കാരെ തൊട്ട തീക്കളിയാണ്. കഷണ്ടിത്തലേ. അയ്യോ കുട്ടി, സതിമോളെ വീട്ടിൽ കാണാനില്ല. അയ്യോ എന്റെ സതികുഞ്ഞിനെ, നമുക്ക് പോയി നോക്കാം. അയ്യോ എന്റെ സതികുഞ്ഞിന് എന്തൊരു പറ്റിയോ? സതികുഞ്ഞെ, സതികുഞ്ഞു അനക്കോ ആവിയൊന്നുമില്ലല്ലോ. ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ സമ്മർദ്ദം അതായിരിക്കും സംഗതി. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കാം. മിക്കവാറും നാട് വിട്ടു പോകാനാണ് സാധ്യത. പ്രതിപക്ഷം ഇരിക്കാൻ പ്രതി കൊടുക്കൂല്ലോ. അമ്മാവാ, നമുക്ക് സ്റ്റേഷനിൽ വിളിച്ച് പറയാം. വാ. നാരായണ ഭഗവാനെ, കൂർക്കം വലിച്ചെടുത്ത് ഉറങ്ങണ കണ്ടില്ലേ? കുഞ്ഞേ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കുഞ്ഞേ, സതിമോളെ ഉണരു മോളെ, എഴുന്നേക്ക് മോളെ, എഴുന്നേര്. എന്റെ പൊന്ന് സതിമോളെ, അവിടെ നിന്നെ കാണാത്തോണ്ട് ഞങ്ങൾ എല്ലാം അങ്ങ് വിഷമിച്ച്. ശകുന്തള ഓടിക്കൊക്കെ പല വഴിക്ക് പോയിക്കാ മോളെ അന്വേഷിച്ച്. സുഖ ഉറക്കം കിട്ടി അമ്മാവാ. എന്റെ അമ്മാവാ മനസമാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായി. ഓസിന് കിട്ടിയ വീട്ടിൽ കിടന്ന ഉറക്കം വരത്തില്ല. ഒന്ന് ഉറങ്ങാൻ വേണ്ടി കുറേ ദിവസങ്ങളായി ഞാൻ പുകഞ്ഞിരിക്കുകയായിരുന്നു. ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി അമ്മാവാ. മന്ത്രിമന്ദിരങ്ങളിൽ താമസിക്കുന്ന മന്ത്രിമാരൊക്കെ ഇതുപോലെയായിരിക്കും. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ സ്വന്തം വീട്ടിൽ പോവുമായിരിക്കും. ഓ തൃപ്തിയായി. കണ്ടോ, അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാ ഉറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നേ. നരേട്ടൻ നോക്കിക്കോ, ഒരൊറ്റ മാസം അതിനുള്ളിൽ പ്രസിഡന്റ് പദവിയും സെക്രട്ടറി പദവിയൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം ഇങ്ങ് തിരിച്ചു വരും. വന്നോട്ടെ, അതിനെന്താ? അല്ല, അവൾ ഇങ്ങോട്ട് വന്നിട്ട് വേണം എനിക്ക് സ്ഥിരമായിട്ട് അങ്ങോട്ട് പോവാൻ. എന്ന് വെച്ചാ എനിക്ക് പ്രസിഡന്റ് ആവണം നരേട്ടാ, സത്യം. ഊണിലും ഉറക്കത്തിലൊക്കെ എനിക്കിപ്പോ ഒറ്റ ചിന്തയുള്ളൂ, പ്രസിഡന്റ് ആവണം. അവളെ താഴെ ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ദൈവം തരാതിരിക്കില്ല. ഒരു പരാതി പറയാൻ വന്നതാ. എന്താ? ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങി. നമ്മുടെ പ്രസിഡന്റ് സതി മേഡം. സത്യാണോ നീ പറയണേ? ആ സത്യം. ആ ഓടിക്കേ ഉണ്ടായിരുന്നു കാശ് കൊടുക്കുമ്പോ. ഈശ്വര, ഇത്രയും നല്ലൊരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം എന്റെ കാതുകൾക്ക് ഉണ്ടായല്ലോ. നമ്മള് ഭാഗ്യമുള്ളവരാ. അല്ല, അപ്പന്റെ പരാതി. മോനകത്തേക്ക് വാ. വാ വാ. ഇതിലൊപ്പിട്. അതെന്തിനാ? ഇതിലൊപ്പിടാൻ. ജോലി തരാന്ന് പറഞ്ഞ് കാശ് തട്ടിയെടുത്തില്ലേ, അത് തിരികെ കിട്ടാൻ വേണ്ടി പോലീസിന് കൊടുക്കാനാ പരാതി. അയ്യോ, എനിക്ക് പരാതിയൊന്നുമില്ല. എങ്ങനെ ഇതെന്താ വഴിയമ്പലോ? പരാതി ഉണ്ടെന്ന് പറഞ്ഞ് കേറി വരിക, എന്നിട്ട് പരാതി എഴുതി ഒപ്പിടാൻ പറയുമ്പോ പരാതി ഇല്ലാന്നോ? ഇനി ഇത് ഞങ്ങളുടെ ഇഷ്യൂവാ. നീ മുമ്പിൽ നിന്നാ മതി. നിന്നെ മുന്നിൽ നിർത്തി പ്രകടനം, ജാഥ, ഉപവാസം ഒക്കെ ഉണ്ടാവും. അഴിമതിക്കാരി രാജിവെക്കുക, അതായിരിക്കും മുദ്രാവാക്യം. എനിക്ക് പേടിയാവുന്നു. ഇനി പേടിക്കാൻ പോകുന്നതേ അവളാ.
പിന്നെ ചിലപ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും മൊഴി കൊടുക്കാൻ. ഈശ്വര, അവരുടെ വീട്ടുപടിക്കൽ നാളെ മുതൽ നീ സത്യാഗ്രഹം നടത്ത. അയ്യോ ഇതൊന്നും. ഒപ്പിടനിയാ. ആഹാ. ഒപ്പിട്. ഒപ്പിടാൻ. ദോ ഒപ്പിടറോ. ആ അത്രേ ഉള്ളൂ. ആഹാ. അയ്യോ നോക്കട്ടെ, കള്ളപ്പൊന്നുമല്ല. അയ്യോ ശോ, വേഗം. കുഞ്ഞെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കൊള്ളേ. ആര് വരുന്നില്ല, ഒട്ടിക്ക്. വേഗം വേഗം. വാ, അപ്പുറത്ത് വാ, വാ. സത്യം പറഞ്ഞ താറടിക്കാന്ന് പറയണത് ഒരു സുഖമുള്ള കാര്യം തന്നെ. അയ്യോ, ഭരിക്കുന്നവർ എന്ത് ചെയ്താലും എന്നെ താറടിക്കുക. ദേ, ഇത് ചുമ്മാ കാര്യമില്ലാതൊന്നുമില്ല. കൈക്കൂലി വാങ്ങി ഒരു പയ്യന് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് കാശ് വാങ്ങി. ആ ദേ, വർത്താനം പറയണമെന്ന് നേരമില്ല. ചുവരായ ചുവര് മുഴുവൻ നമുക്ക് പോസ്റ്റ് കൊണ്ട് നിറയ്ക്കണം. ആ എന്താ എന്താ ഇവിടെ? എന്താ ഇത്? ഏത് ഇത് ആ ഇത് പിന്നെ ജോലി കൊടുക്കാന്ന് പറഞ്ഞ് കാശ് വാങ്ങി. ആര് വാങ്ങി? സതി, അല്ലെങ്കിൽ സതിയുടെ അറിവോടെ ആ വീട്ടിലുള്ളവര്. ആരുടെന്നാ വാങ്ങി? ഒരു പയ്യന്റെ പേര് രതീഷ്. അവൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. സതി കാശ് വാങ്ങി. അതെ, വാങ്ങിയത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന്. അതെ. അപ്പൊ ലീലാവതിക്ക് എന്താ പ്രശ്നം? എനിക്ക് അല്ല മാഡം, അത് കാശ് വാങ്ങിയത് ലീലാവതിയുടെ കയ്യിൽ നിന്നാണോ? പക്ഷെ മാഡം, ഞാനൊരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവല്ലേ. ഒരു പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെതായ കടമകളില്ലേ, ധർമ്മങ്ങളില്ലേ. ഞാൻ എതിർക്കും മാഡം. ഈ നഗറിലെ സർവ്വ അഴിമതി ഞാൻ എതിർക്കും. ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും, മുഖംമൂടി വലിച്ചു കീറും, തനിനിറം പുറത്താക്കും. നമുക്കിതൊരു ഇഷ്യൂ ആക്കണം മാഡം. അങ്ങനെ അങ്ങ് വെട്ടിച്ച് സൂഹിക്കണ്ട. ഏതായാലും ലീലാവതി ആ പോസ്റ്റർ അങ്ങ് കീറിയരും. അയ്യോ മാഡം, ഒരു വൻ ജനകീയ പ്രക്ഷോഭത്തിന്റെ കാഹള ധ്വനി അണിയറയിൽ ഉയർന്നു പൊങ്ങുകയാണ്. ഈ രോഷം മാറി കത്താൻ പോവുകയാണ്. തൽക്കാലം ഞാൻ പറയുന്നതനുസരിച്ച് ആ പോസ്റ്റർ അങ്ങ് വലിച്ചു കീറ്. എന്നിട്ട് മര്യാദക്ക് വീട്ടിൽ പോക്കേ. അയ്യോ, ഒരുപാട് കടലാസും പേനയും മഷിയൊക്കെ ചെലവാക്കിയതാണ് ഈ പോസ്റ്റർ കേട്ടാ. ദേ, എന്നെ കൊണ്ട് പേപ്പറും മഷിയൊന്നും ചെലവാക്കിക്കരുത്. ഇലക്ഷൻ സമയത്ത് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചും പോസ്റ്റർ വരും. എന്റെ മാഡം, ഒന്ന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പ്രതിപക്ഷത്തിനില്ലേ? കഷ്ടമാണ്. പ്രതികരിക്കണം. എപ്പോ പ്രതികരിക്കണമെന്ന് ഞാൻ പറയും. ഞാനല്ലെങ്കിൽ സതി പറയും. പ്രസിഡന്റിനെതിരെ എപ്പോ സമരം ചെയ്യണമെന്ന് പ്രസിഡന്റ് പറയുന്നു. അതെന്ത് ന്യായം? ഭരിക്കുന്നവർക്ക് ചില സമയത്ത് സമരത്തിന്റെ ആവശ്യം വരും. മറ്റു ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ എന്തെങ്കിലും ചില ഇഷ്യൂകൾ പിടിച്ചുള്ള സമരം. മനസ്സിലായോ? ഇന്നാൾ അങ്ങനെ പറഞ്ഞു, ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് സതി ലീലാവതിയുടെ സഹായം ചോദിക്കും. അങ്ങനെ വരുമ്പോ ലീലാവതി സമരം ചെയ്യണം. ആകെ ബഹളം, അടിപിടി, അട്ടഹാസം. ഇതിനിടയിൽ യഥാർത്ഥ പ്രശ്നം ജനങ്ങളുടെ അടുത്ത് എത്തേയില്ല. എന്നാലും മാഡം, ഞാൻ പ്രതിപക്ഷമല്ലേ. ഒന്ന് സമരം ചെയ്യാൻ, രണ്ട് മുദ്രാവാക്യം വിളിക്കാൻ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ കൊതി? പ്ലീസ് മാഡം. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി. ഞാനൊരു മാർഗം പറയാം. എന്താ? ലീലാവതിയുടെ സ്വന്തത്തില് ആർക്കെങ്കിലും ചെറിയൊരു ജോലി തരപ്പെടുത്താം. അങ്ങനെയാണെങ്കിലോ? അതെ, അങ്ങനെയാണെങ്കിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ കുഞ്ഞെ. അതെ, കുഴപ്പമില്ല. ചില സമരങ്ങളുടെയൊക്കെ കാലം ഇത്ര ഉള്ളന്റെ ലീലാവതി. നമുക്കൊരു ഗുണം വന്ന സമരം ശുഭം. അതെ. അയ്യോ, മോളെ, രണ്ട് കുട്ടികളെ കണ്ടോ? ഇല്ല. അയ്യോ, അയ്യ. അനിയാ, അനിയാ, രണ്ട് കുട്ടികളെ കണ്ടോ? കുട്ടികളോ? ആ, രാവിലെ മുതൽ കാണാനില്ല. തീരെ ചെറിയ കുട്ടികളാണോ? വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ. എത്ര പഠിക്കുന്നവരാ? പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു 60-65 വയസ്സ് വരും. കണ്ടോ? കഷ്ടം. ഫു. കുട്ടികൾ എങ്ങോട്ടാണാവോ പോയത്? കണ്ണ് കെട്ടിക്കളഞ്ഞ ഓടിക്കളയും. കുട്ടി, തൊരപ്പ ചുറ്റി തിരിഞ്ഞു വരുന്നുണ്ട്. ഓ ഭഗവാനെ, ഇങ്ങനെയും കുറെ ജന്മങ്ങളെ ജനിപ്പിച്ച് ഇത് വിട്ടിട്ടുണ്ടല്ലോ. എന്റെ അടുത്ത് കാണി എനിക്ക് ഇന്നേരം പറയാൻ വന്ന ചെരുപ്പൂരി അടിക്കും ഞാൻ. നീ ചുമ്മാ മണ്ടത്തരം പറയാ. പിന്നല്ലാണ്ട്? സൗഭാഗ്യം വീഴ്ച അനുകൂലാക്കി മാറ്റണം. കേട്ടിട്ടില്ലേ? മനസ്സിലായില്ല. നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും കുറവ് നമുക്ക് അനുകൂലാക്കി മാറ്റണം. ഇപ്പൊ തന്നെ ഇങ്ങനെ പിരിയിളക്കം. നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്.
പക്ഷേ നമ്മൾ അതിനെ അങ്ങോട്ട് അനുകൂലാക്കി ഓ മാറ്റണം. പിടികിട്ടി മിണ്ടൂല, ഞാൻ മിണ്ടൂല. ചിക്ക. എന്നോടൊരു വാക്ക് പറയാതെ പുറത്ത് ചാടിയല്ലേ? ഓ, അവിടെങ്ങും കാണാത്തോണ്ട് ഞാൻ പേടിച്ച പേടി എന്തുമാത്രം നേർച്ചകൾ നേർന്നെന്നറിയാവോ? അയ്യോ എന്നാലും കുട്ടികളെ ഇങ്ങനെ പരീക്ഷിക്കരുതായിരുന്നു. അയ്യോ, ഇനി ഒരിക്കലും ഈ തെറ്റാവർത്തിക്കില്ല അമ്മാവ. അതെ, ഒരു തെറ്റ് പറ്റാത്തവരായിട്ട് ഭൂമിയിൽ ആരും കാണില്ലല്ലോ. ഇനി ഇത് ആവർത്തിക്കില്ല കേട്ടോ അമ്മാവ. പക്ഷേ ഈ സഞ്ചിയും ഭാരവും ഒക്കെ ചുമക്കണമെന്ന് മാത്രം പറയരുത്. അതെ, ഞങ്ങൾ ഇത് ചുമന്ന് ക്ഷീണിച്ചു, എന്നാലും ഞങ്ങൾ തന്നെ ഇത് വീട്ടിലെത്തിക്കും. ആ, നടു ഒടിയായിരിക്കും, കൈ കുഴയായിരിക്കും, ഒടിയട്ടെ കുഴയട്ടെ. മരിക്കുമ്പോ ഈ നടുവും കയ്യും ഒന്നും ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നല്ലാതെ ഒരു പിടി ആഷ് ചാരം, നമ്മളൊക്കെ ഒരു പിടി ചാരം. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ കരയിക്കുന്നത്? നിങ്ങൾ ചാരുവാകാനോ? നല്ല മനുഷ്യർ ഒരിക്കലും മരിക്കില്ല. കാളിദാസ മഹാകവി മരിച്ചിട്ടുണ്ടോ? ഇല്ല. മഹത്തുക്കൾക്ക് മരണമില്ല കുട്ടികളെ, മരണമില്ല. ഈ അമ്മാവൻ മരിക്കും, കാരണം ഞാൻ വെറും നിസാരൻ. പക്ഷെ നിങ്ങൾ എങ്ങനെയല്ല. ഇങ്ങ് തരൂ, ആ സാധനങ്ങൾ ഞാൻ ചുമക്കാം. ഇങ്ങ് തരൂ കുട്ടികളെ. അയ്യോ വേണ്ട അമ്മാവ, അമ്മാവന് പ്രയാസമായിരിക്കും. അത് തന്നെ, ആളുകൾ കണ്ടാ ഞങ്ങളോട് ദേഷ്യപ്പെടും കേട്ടാ. പാവം അമ്മാവനെ കൊണ്ട്. പിന്നെ ആളുകളുടെ ചെലവിലല്ലയോ നമ്മൾ കഴിയുന്നത്. നിനക്ക് പരാതി ഉണ്ടോ? ഞാൻ സാധനം ചുമക്കുന്നതിന് നിനക്ക് വല്ല എണ്ണമുണ്ടോ? പരാതി ഉണ്ടോ? ഉണ്ടോന്ന്? അല്ല പിന്നെ ആ സാധനം ഇങ്ങ് തന്നാട്ടെ. ഒന്നാകുന്നേ കുട്ടികളെ. ഇതിൽ പിടിക്കേ. ഇവിടെയാ? ഇതിൽ പിടി. അയ്യോ വേണ്ട മാങ്ങ. അയ്യോ കണ്ടിട്ടല്ലേ നാക്കെ കപ്പലോടുന്നു. ആരും കാണാനില്ലല്ലോ ഒന്ന് കേറി പറിച്ചു തരാനും. അയ്യോ, നമുക്കെല്ലാം മോഹിക്കാനല്ലേ പറ്റൂ. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോ മോഹിക്കാനല്ലേ പറ്റൂ. നിങ്ങൾക്ക് ഇപ്പൊ മാങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. ആ, കേറാൻ ആളില്ലല്ലോ. കയറാൻ ആളില്ലേ? ആളൊക്കെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ അതാര്? എവിടെ ഇങ്ങനെ ഒരാൾ ഞങ്ങള് കണ്ടില്ലല്ലോ. ദാ ഇവിടെ ഈ കൺമുൻപിൽ നിൽക്കുകയല്ലേ ഞാൻ. അയ്യോ അമ്മാവനോ? അമ്മാവൻ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ തമാശകൾ പറയുക. അതെ അതെ, അമ്മാവ് മരത്തിൽ കയറുന്നു. നല്ല തമാശ, നല്ല അടിപൊളി തമാശ. ഈ അമ്മാവൻ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. എന്നാലും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മാവൻ എന്തെല്ലാം തമാശകളാ പറയുന്നത്. അയ്യോ വേണ്ട അമ്മാവ, ഒരുപാട് പിസറുള്ളതാ. മിഷറോ? മതയാരെ വന്നാ ഞാൻ കുളിക്കത്തില്ലല്ലോ, പിന്നല്ലയോ മിഷറ്. വേണ്ട അമ്മാവ, വേണ്ട അമ്മാവ. സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കേറാത്ത ഒറ്റ മാവും മരവും ആ നാട്ടിലില്ല, നിങ്ങൾക്കറിയാവോ? അമ്മാവ വയസ്സായി വരെയാണ് കേട്ടാ, മറിഞ്ഞടിച്ചിട്ട് വിടരുത്. എന്റെ പ്രായം തൊലിപ്പുറത്തേ ഉള്ളു. തൊലിപ്പുറത്ത് മനസ്സിപ്പോഴും പഴയ 16കാരനാ. 16കാരൻ കണ്ടോ? 16കാരനാ ചുറുചുറുക്ക്. അതാണ് വിലപ്പിച്ച് പിടിച്ചോ അമ്മാവ. അമ്മാവ മിശ്രി അടിക്കണം അമ്മാവ. എന്നെ കടിക്കാൻ ഒരു മിഷറിനും ചങ്കൂട്ടമില്ല. അമ്മാവനെന്താ ദേഹം മുഴുവൻ ചൊറിയണത്? ചുമ്മാതാ, ഒരു രസത്തിന്. അമ്മാവ മുറുകെ പിടിച്ചിരുന്നോ? മിഷറിന് മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇച്ചിരി വാങ്ങി തരണേ. അയ്യോ അമ്മാവ മാങ്ങ വേണ്ട, ഇറങ്ങ്. അയ്യോ മിഷറിനെ കൊല്ലുവേ. മാങ്ങ വേണ്ട അമ്മാവ, വേണ്ട. കേറാനും ഇറങ്ങാനും സമ്മതിക്കുന്നില്ല. അയ്യോ എന്റെ തലയുട്ടുന്നേ. അയ്യോ അമ്മാവ മുറുകെ പിടിച്ചോ? കൈ കൊണ്ട് എനിക്ക് മേലി ഓടിയണം. മറ്റേ പിടിക്കാൻ പറ്റുന്നില്ല. അയ്യോ ഇപ്പൊ വരും, പിടിച്ചോണേ. വാങ്ങണോ? അല്ല ഞാന്. അയ്യോ